പിന്നെ ഇന്നത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ? ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ആർസണലിന്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വിസിറ്റിന് പോകുന്നു. ഒരു ഡൈ ഹാർഡ് ആർസണൽ ഫാനായ ഓക്കെ, അതാണ് ഇന്നത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ്. എൻ്റെ ഫ്രണ്ട്സും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയതും അവിടുന്ന് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അരുണും ദീപക്കേട്ടനും നേരത്തെ ട്രെയിനിൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി. ഞാനും നിവിയും പിന്നാലെ പതുക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയുള്ളൂ. ദീപക്കേട്ടനും നിവിയും നാട്ടിലേക്ക് പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തത്. സോ വൺസ് അഗെയിൻ ദീപക്കേട്ടന് ആ സ്റ്റേഡിയം കാണാനും അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഒക്കെയാണ് ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയത്. സോ ഇത് ബോർഗേറ്റ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. സോ നമ്മൾ വന്നിരിക്കുന്നത് എമിറേറ്റ്സ് സ്റ്റേഡിയമിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹാർഡ് കോർ ആർസണൽ ഫാനാണ് എൻ്റെ പാർട്ട്ണർ. അപ്പോൾ അങ്ങനെ ഇവിടെ കാണാൻ വന്നതാണ്. ഒരു സ്റ്റേഡിയം ടൂറൊക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞങ്ങൾ പതുക്കെ പിന്നിൽ വന്നതാണ്. സോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞങ്ങൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ എത്തിയിട്ട് ചുമ്മാ വട്ടം കറങ്ങിയായിരുന്നു. അവിടെ ചുറ്റും കാണുമായിരുന്നു. അവർ രണ്ടുപേരും സ്റ്റേഡിയം ടൂറൊക്കെ നടത്തി അവരുടെ യൂട്യൂബ് ചാനലിലുള്ള കോണ്ടൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുകയാണ്. Can you find Arsenal Kerala in this? കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. സോ ഇതാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾക്കറിയാലോ. അരുൺ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ആണോന്നോ? എത്ര കണ്ടിട്ടും എത്ര കണ്ടാലും അങ്ങ് മതിയാകുകയല്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്റ്റേഡിയം ടൂറൊക്കെ നടത്തിയോ? സ്റ്റേഡിയം ടൂർ നടത്തി. സ്റ്റേഡിയം മറ്റേ ഫുൾ അവരുടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി. പിന്നെ നിങ്ങളൊക്കെ എത്ര മോശം. ഓക്കെ. എന്നിട്ട് ഗ്രൗണ്ടിന്റെ സൈഡിലൊക്കെ പോകാൻ പറ്റി. വിൻ വിൻ. എക്സൈറ്റ്മെന്റ് കൊണ്ട് വയ്യ. ഇന്നലെ തൊട്ട് ഇത് സ്വപ്നം കണ്ടിട്ടാണ് കിടക്കുന്നത്. ഞാനാ എപ്പോ ശരിക്കും പറ. അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞൂടാ. ഓക്കെ. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ മ്യൂസിയം കാണാൻ പോവാണ്. പിന്നെ ഇവരുടെ കുറെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ എടുക്കാനുണ്ട്. അതിനാണ് ജേഴ്സി ഒക്കെ കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത്. കണ്ടു എന്തൊരു വലിയ സാധനം നോക്കത്. ഓ എൻ്റെ അമ്മ, എന്തൊരു സൂപ്പർ സാധനം. എൻ്റെ അമ്മേ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അവിടെയുള്ള കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അരുണിൻ്റെ കൂടെ കൂടി കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ അറിയാമെന്നല്ലാതെ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ എനിക്ക് മ്യൂസിയം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടും പണ്ട് അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളവർ ഇട്ടിരുന്ന ടീഷർട്ട്സും ആ ഫുട്ബോളും അവരുടെയൊക്കെ സിഗ്നേച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമോഷൻ ഫീൽ ചെയ്യും. സോ അതെല്ലാം കണ്ട് പിന്നെ പണ്ടത്തെ മാച്ചസൊക്കെ അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. അതൊക്കെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഭയങ്കര പോസ്റ്റാണ്. അവരവിടെ യൂട്യൂബിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് കട്ട് ചെയ്യുന്നു, വീണ്ടും എടുക്കുന്നു. ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ച് വിശന്നിരിക്കുക, ഒരു കാപ്പി കൂടെ കിട്ടാൻ. മ്യൂസിയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഡൗട്ട് എന്തായിരുന്നു? 2 ഡൗട്ട് അല്ലേ? 2 ഡൗട്ട്. ആദ്യത്തെ ഡൗട്ട് എപ്പോഴാണ് പീരങ്കിയിലേക്ക് മാറിയത്? രണ്ടാമത്തത് എന്തായിരുന്നു? ആർസണലിന്റെ പേര് എങ്ങനെയാ ആർസണൽ എന്ന് വന്നേ? ആദ്യത്തെ പേര് വൂൾവിച്ച്
ആർസണലിനായിരുന്നു. അല്ല, അതിന് മുന്നേ ഒരു പേരുണ്ടായിരുന്നു, റോയൽ ആർസണൽ. അല്ല, ആദ്യത്തെ പേര് സോറി ഡയൽ സ്ക്വയർ എന്നായിരുന്നു ഫസ്റ്റിന്. ഓക്കെ, ഡയൽ സ്ക്വയർ അങ്ങനെ എന്തോ ആയിരുന്നു. വൂൾവിച്ച് ആവുന്നതിന് മുന്നേ റോയൽ ആർസണൽ ആയിരുന്നു. ഓക്കെ, അതാ അപ്പൊ ഡയൽ സ്ക്വയർ ആയിരുന്നു ഫസ്റ്റ്. ശരി, തെറ്റി. ഓക്കെ, നീ ഞങ്ങളെ ഇതാക്കാൻ നോക്കുവാണെങ്കിൽ ഒരു 5 ആർസണൽ ഞങ്ങൾ ചോദിച്ചതാണ്. ഓക്കെ ശരി, പീരങ്കി ആയത് എപ്പോഴാണ്? 2002 ആയപ്പോഴാണ് ആർസണൽ കാനനിലോട്ട് പോയത്. ഓക്കെ, ദ റീസൺ ബീങ് എമിറേറ്റ്സ് സ്റ്റേഡിയം അല്ലായിരുന്നു പണ്ട് ആർസണലിന്റെ മെയിൻ ഹോം സ്റ്റേഡിയം. ഹൈബറി എന്ന് പറഞ്ഞ സ്റ്റേഡിയം ആയിരുന്നു. ഓക്കെ, ഹൈബറിന്ന് മാറി എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലോട്ട് നമ്മൾ മാറിയപ്പോൾ മോഡേണൈസ് ആക്കണം എന്നൊരു ആവശ്യമുള്ളതുകൊണ്ടാണ് ആ കാനൻ എന്നൊരു തീമിലോട്ട് നമ്മൾ പോയത്. അപ്പൊ ഞങ്ങളുടെ സംശയം ആർസണലിന് എങ്ങനെ ആർസണലിന്റെ പേര് വന്നു അറിയോ? ആർസണലിന് എങ്ങനെ ആർസണലിന്റെ പേര് വന്നു? അത് ഇതുവരെ തീർന്നില്ലേ? ഇല്ല, അതാ നിങ്ങൾക്ക് അറിയില്ലേ? ആൻസർ കിട്ടിയില്ലല്ലോ. രണ്ട് പണ്ടിച്ച് ഇവിടെ ഉണ്ട്, അവർ എക്സ്പ്ലെയിൻ ചെയ്തോളും. ആർസണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മറ്റേ സിനിമയിലെ പോലെ മധു എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾസ് ആണ്. അത് കെമിക്കൽ അതല്ല. പെയിന്റിംഗ് ഉണ്ടോ? ആ, അത് നേരെ പെയിന്റിങ്സ് ഒക്കെ. നമ്മൾ പറഞ്ഞ ആർസണലിൽ അതൊക്കെ ഇപ്പൊ നമ്മളിവിടെ പറയേണ്ട കാര്യമുണ്ടോ? എന്താ അത്ര മോശപ്പെട്ട കാര്യമാണോ? അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഇത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ശരി, ഇപ്പൊ മനസ്സിലായി, ഇവർക്ക് അത് അറിയില്ല. ആർസണലിലായിരുന്നു ക്ലബ്, അറിയില്ല നിനക്ക്? ആ ക്ലബും ആർസണൽ ഇത് രണ്ടും ഒരേ സ്ഥലമായിട്ട് ഒരുമിച്ചായിരുന്നു അവരുടെ മൊത്തത്തിലുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് വൂൾവിച്ച് ആർസണൽ അങ്ങനെ ഒരു സംഭവം ആയിട്ട് സ്പ്ലിറ്റായി. അത് കഴിഞ്ഞ് ആർസണൽ ആ പേരില്ലേ, ആ സ്ഥലവും അത് വെച്ചിട്ടാണ് ആർസണൽ എന്ന് പറഞ്ഞ പേര് ആ ക്ലബിന് വീണത്. പിന്നെ ഇതിൽ മേജർ ആർസണലിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആർസണൽ ആൻഡ് ടോട്ടനാമാണ് ഏറ്റവും വലിയ എതിരാളികൾ. ഇപ്പം ഈ മലയാള സിനിമയിൽ പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് എതിരില്ലേ, അതേ മോഡാണ് ഇത് രണ്ടും. കമ്പയർ ചെയ്യില്ല, ഇഷ്ടമല്ല. നോർമലായിട്ട് വ്ളോഗിൽ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. വിജയ് സൂര്യ അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് പറയാൻ പറ്റിയത് മോദിയും രാഹുൽ ഗാന്ധി. വേറൊന്നും ഇല്ലല്ലോ. പൊളിറ്റിക്കൽ ആവുന്നുണ്ടോ? ഓൾഡസ്റ്റ് പബ് ഇസ്ലിംഗ്ടൺ പബ്. ആർസണൽ ഫാൻസിന് മാത്രമേ ഇപ്പൊ കയറാൻ പറ്റൂ. ഗെയിം ഡേ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ ആർസണൽ ഫാൻസ് അല്ലാണ്ട് വേറെ ആരെയും കേട്ടില്ല. പിന്നെ ആർസണൽ ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു പബ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പബ്. അങ്ങനെ നമ്മൾ ആർസണലിൻ്റെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പബ്ബായ ഇസ്ലിംഗ്ടൺ പബ്ബിലാണ് ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ചില്ലടിച്ച് അവിടെ ഇരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനും നിവിയും ആക്ച്വലി അതിന് തൊട്ട് മുന്നേ മെഗ്ഡിയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവരുടെ അടുത്തേക്ക് ജോയിൻ ചെയ്തത്. ഇവർക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജിറ്റിനോട് ബൈ പറഞ്ഞ്, അതായത് അത് അവരുടെ കൂടെയുള്ള ഒരു പയ്യനായിരുന്നു, ആളുടെ അടുത്ത് ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ട്യൂബൊക്കെ കയറി എത്താനായി. അപ്പോൾ ഞങ്ങൾ സ്റ്റിൽ ഓൺ ദ വേ ബാക്ക് ടു എ ഫ്രണ്ട്സ് ഹോം. അപ്പം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയ പോലെ തന്നെ. പക്ഷെ ഇപ്പം ഞാൻ പാഡിങ്ടൺ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ആദ്യം അവിടുന്ന് എന്തായിരുന്നു ആ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നായി, ഹോളോ എന്തോ, ആ ഒരു എമിറേറ്റ്സിൻ്റെ സ്റ്റേഡിയമുള്ള ആ സ്ഥലത്ത് നിന്ന് ട്യൂബ് എടുത്ത് നമ്മൾ പിക്കാഡലി സർക്കസ് വന്നിട്ട് പിക്കാഡലിയിൽ നിന്ന് പാഡിങ്ടൺ എത്തി. ഇവിടുന്ന് ഒരു GWR എടുത്ത് സ്ലവ്. താങ്ക് യു. സ്ലവിലേക്കുള്ള GWR ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. സോ ഒരു ദിവസവും കൂടെ ഉണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, വെർ വി ആർ പ്ലാനിങ് ടു ഗോ ടു സെൻട്രൽ ലണ്ടൻ. അപ്പം അതും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി കാർഡ് ഗെയിംസ് എല്ലാം കളിച്ച്
കുറച്ച് നേരം ചില്ല് ചെയ്ത് അവിടെ ഇരുന്നു. സ്റ്റിൽ പിറ്റേ ദിവസത്തെ പ്ലാൻ എന്താണെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇടയിൽ അതിൻ്റെ പ്ലാൻസൊക്കെ ചെയ്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പതുക്കെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.